വണ്ടി എടുക്കുമ്പോൾ ഞാൻ മൈ EV ആപ്പ് ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 ലക്ഷം റുപ്യ ആയിട്ടുള്ളൂ. ഏകദേശം കഴിഞ്ഞ് 8 മാസമായിട്ടുണ്ട്. ഇതുവരെ അവർക്ക് 250 പേരായിട്ടാണ് കേരളത്തിൽ നിന്ന് ബുക്ക് ചെയ്തത്. അവർക്ക് ഇതുവരെ വണ്ടി കൊടുത്തിട്ടില്ല. അതിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻ കാര്യങ്ങൾ എന്താ അറിയോ നിങ്ങൾക്ക്? കാരണം നിങ്ങളിപ്പോൾ റിവോൾട്ടിൻ്റെ ഷോറൂമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബന്ധം കോൺടാക്ട്സ് ഉണ്ടാവല്ലോ. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഏകദേശം 3 മാസം മുന്നേ റിവോൾട്ട് RV400 ഒരു കസ്റ്റമർ റിവ്യൂ ആണ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ദിവസം യൂസ് ചെയ്ത ഒരു കസ്റ്റമർ റിവ്യൂ ആണ് ചെയ്തത്. ഇന്നത്തേക്ക് അത് ഏകദേശം 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 മാസം കഴിഞ്ഞ ശേഷം റിവോൾട്ട് RV400 എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ, അതേപോലെ തന്നെ ഈ ഒരു കസ്റ്റമർ എങ്ങനെ സാറ്റിസ്ഫൈഡ് ആണോ എല്ലാം എന്നൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു മൈ EV വഴി ആണ് ഈ ഒരു വണ്ടി ബുക്ക് ചെയ്തത്. മൈ EV വഴി ഏകദേശം ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് 18 പേരാണ് കേരളത്തിൽ നിന്ന് ബുക്ക് ചെയ്തത്. അതിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയ കോഴിക്കോട് കസ്റ്റമറാണ് ഈ ജാബിർ എന്ന വ്യക്തി. അതിൻ്റെ ശേഷം റിവോൾട്ട് RV400 സൈറ്റിൽ പോയിട്ട് ഏകദേശം 250 പേര് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ 250 പേർക്കും ഇതുവരെ വണ്ടി ഡെലിവറി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും തൃശ്ശൂരും എറണാകുളത്തും ഷോറൂമും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ഈ ഒരു വണ്ടീൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. ഏകദേശം 3 മാസം യൂസ് ചെയ്ത ഒരു കസ്റ്റമർ റിവ്യൂ ആണ് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത്. അപ്പം എൻ്റെ പേര് മുഖ്താർ. വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. അപ്പോൾ ഇതാണ് നമ്മളെ ജാബിർ ഭായിനെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം 3 മാസം മുന്നേ നമ്മളൊരു കസ്റ്റമർ റിവ്യൂ തന്നെ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഈ വണ്ടിൻ്റെ ഓരോ സ്പെയറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് റിവ്യൂ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു റിവ്യൂ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്. അത് പോയി നിങ്ങൾ കാണാം. ഇപ്പോൾ ഏകദേശം നമ്മൾ 3 മാസമായി യൂസ് ചെയ്യുന്നത്. 3 മാസമായി ഏകദേശം 4260 കിലോമീറ്റർ ഓടി കറക്റ്റ് 4260 കിലോമീറ്റർ ഓടി. ഈ 3 മാസം ഓടിയതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം കേരളത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല. റിവോൾട്ട് RV400 വീഡിയോ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഏകദേശം 4260 കിലോമീറ്റർ ഓടിയതിന് ശേഷം ഫസ്റ്റ് ടൈം ഞാനായിരിക്കും ചെയ്യുന്നത്. ആയിരിക്കാം, എന്തായിരിക്കണല്ലോ. കാരണം നിങ്ങളോടി എത്ര വേറെ ആരും ഓടിയിട്ടുണ്ടാവില്ല. അല്ല, അതിനും കൂടെ ഓടിയാലുണ്ട്. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പിന്നെ ഇവിടെ എന്താ പറയാ ഡൽഹി പിന്നെ കാശ്മീരൊക്കെ പോയിരുന്നു. ആ ഒരു ദിവസം കൂടി കൂട്ടാണ് 5000-ന് മുകളിൽ എന്തായാലും 5000 മിസ് ചെയ്തു. സാരമില്ല, പ്രശ്നമില്ല. 4260 കിലോമീറ്റർ ഓടിക്കണല്ലോ. തീർച്ചയായിട്ടും ഓടിയിട്ട് ഈ ഒരു ഇത്ര 3 മാസം ഓടിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ള നമ്മൾ പ്ലസ് പോയിന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് സംസാരിച്ച് കഴിഞ്ഞതാണ്. മെയിനായിട്ടുള്ള നെഗറ്റീവ്സ് എന്താണ്? നെഗറ്റീവ്സ് ഒന്ന്, ഈ നമ്മൾ ഇപ്പോൾ എടുത്തതിന് ശേഷമുള്ള ഒരു നെഗറ്റീവ് ഫീൽ ചെയ്ത് തുടങ്ങിയത് ഒന്ന്, ചാർജർ ഇൻബിൽട്ട് അല്ല എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ചാർജ് കൊണ്ട് നടക്കണം. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ എനി ചാൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജർ വേണം. ആരപ്പോൾ കറണ്ട് തന്നിട്ടുണ്ടെങ്കിലും ചാർജർ നിർബന്ധമാണ്. അപ്പോൾ അത് എന്താ ഇൻബിൽട്ട് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത് എന്താ പറയുക, ഈ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത്, രണ്ടാൾ വണ്ടി കയറിയിട്ട് നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലി നമുക്ക് ഒരാൾ പോയി വരുന്ന ഒരു 50% ചാർജിൽ പോയി വരുന്ന ഒരു സ്ഥലം 2 ആളായിട്ടാണ് പോകുന്നതെങ്കിൽ അത്ര എന്തെങ്കിലും കിട്ടില്ല. അത് നോർമലി ഇലക്ട്രിക് വണ്ടി മാത്രമല്ല, പെട്രോൾ വണ്ടിക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുണ്ട്. അല്ല, നിങ്ങളിപ്പോ സിംഗിൾ പോവുകയാണെങ്കിൽ കമ്പനി പറഞ്ഞ റേഞ്ച് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിനോട് ഏകദേശം 140 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട്. 130 to 140 അടുത്തൊക്കെ കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞത്. ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് റേഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്പീഡിൽ പോയാൽ കിട്ടും. ആ സ്പീഡിൽ അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റത്തെ 3 ദിവസത്തെ റിവ്യൂ ആണ് നമ്മൾ അന്ന് ചെയ്തിരുന്നത്. അന്നത്തെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പരമാവധി പതുക്കെ പോകാനും, കാരണം ഇതിന്റെ എന്തൊക്കെയാണ്, കാരണം നമ്മൾ തന്നെ വണ്ടി നമ്മളായിട്ട് ഒന്ന് അറ്റാച്ച് ആവാണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് റെഡിയായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ നോർമലി എന്താ പറയാ എവിടേക്ക് പറ്റുന്ന ആ രീതിയിൽ പറക്കുന്നുണ്ട്. ഇനി കുറെ ലോങ് പോയിട്ടുണ്ട് ഈ വണ്ടി ഉപയോഗിച്ചിട്ട്. വയനാട് പോയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും റേഞ്ചിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ ലോങ് യാത്ര ചെയ്തപ്പോ? നമ്മൾ എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ആക്സിലേറ്റർ ത്രോട്ട് കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കുക. ആ ഒരു ഇതിൽ നമുക്ക് എന്ത് ചെയ്യും, റേഞ്ച് പെട്ടെന്ന് റെഡ്യൂസ് ആകുന്നുണ്ട്. പക്ഷേ കയറ്റം കയറുമ്പോൾ, അപ്പോൾ വയനാട് ഇപ്പോൾ ചുരം കയറിയ സമയത്ത് ഏകദേശം നല്ലൊരു 30% ചാർജ് അങ്ങോട്ട് കയറാൻ വേണ്ടി മാത്രം ചുരം കയറി അവിടെ 9 കിലോമീറ്റർ കയറി എത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് തിരിച്ചിറങ്ങുമ്പോൾ ഒരു ചെറിയൊരു 7% ഇങ്ങനെ തിരിച്ച് കയറിയിട്ടുണ്ട്. റീജനറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ. പിന്നെ മൈ EV വഴിയാണ് ഈ വണ്ടി ബുക്ക് ചെയ്തത്. തീർച്ചയായിട്ടും. ഏകദേശം നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്തതിന് ശേഷം എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി കിട്ടിയത്? നമുക്ക് ബുക്ക് ചെയ്തതിന് ശേഷം ഏകദേശം 6 മാസത്തോളം 6 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി കിട്ടിയത്. കാരണം സെപ്റ്റംബർ, അതായത് 2021 സെപ്റ്റംബറിലാണ് മൈ EV സൈറ്റ് എന്നല്ലാതെ റിവോൾട്ടിന്റെ സൈറ്റിൽ കയറിയിട്ട് ഒരുപാട് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 7 മാസം കഴിഞ്ഞ് 8 മാസം ആയിട്ടുണ്ട്. ഇതുവരെ അവർക്ക് 250 പേരായിട്ടാണ് കേരളത്തിൽ നിന്ന് ബുക്ക് ചെയ്തത്. അവർക്ക് ഇതുവരെ വണ്ടി കൊടുത്തിട്ടില്ല. അതിൻ്റെ എന്തെങ്കിലും
അപ്ഡേഷൻ കാര്യങ്ങൾ എന്താ അറിയോ നിങ്ങൾക്ക്? കാരണം നിങ്ങളിപ്പോൾ റിവോൾട്ടിൻ്റെ ഷോറൂമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബന്ധം കോൺടാക്ട്സ് ഉണ്ടാവല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഏകദേശം 50 സംതിങ് വണ്ടി എന്തോ ഷോറൂമിൽ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റ് പറയാൻ അധികമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ അന്ന് ഞങ്ങൾ പോയപ്പോൾ വണ്ടി കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ കേട്ടു. ഇങ്ങനെ ഒരു ഇന്നിപ്പോൾ കേരളത്തിൽ ഏകദേശം 18 വണ്ടിയാണ് റിവോൾട്ട് RV400 ഓടുന്നത്. കേരളത്തിൽ 18 അല്ല, 18+2 വേറെ ഉണ്ട്. 2 വേറെ വന്നിട്ടുണ്ട്. തമിഴ്നാട് രജിസ്ട്രേഷനിൽ 2 വണ്ടി. നമ്മുടെ കേരള രജിസ്ട്രേഷനിൽ ഏകദേശം 18 വണ്ടിയാണ് വരുന്നത്. പുതിയ ഒരു വണ്ടി ഇതുവരെ ഡെലിവറി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഉണ്ടായിരിക്കില്ല, എനിക്കറിയില്ല. ഉണ്ടായിരിക്കില്ല, കാരണം ഞാൻ കോൺടാക്ട് അല്ല, ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഷോറൂമായിട്ട് കോൺടാക്ടും ചെയ്ത. പക്ഷെ അവർ ആത്മാർത്ഥമായിട്ട് സ്പീഡിലാക്കാനുള്ള എല്ലാ ശ്രമം അവർ നടത്തുന്നുണ്ടതായിട്ടാണ് ഞങ്ങൾക്ക് അന്ന് ഫീൽ ചെയ്തത്. കാരണം പിന്നെ നിരന്തരം അന്നൊക്കെ നമ്മൾ ഓപ്പണിംഗ് ഡേന്റെ അന്നും അതുപോലെ ഓപ്പണിംഗ് ടൈമിൽ തൃശ്ശൂർ നമ്മൾ പോയിരുന്നു. തൃശ്ശൂർ എറണാകുളത്തൊക്കെ നമ്മൾ പോയിരുന്നു. അപ്പോൾ നമ്മളെ ഗസ്റ്റ് ആയിട്ട് അവർ വിളിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ റാലിയിൽ ഉണ്ടായിരുന്ന ഒരു വണ്ടി ഇതാണോ? ഇതാണ്. ഓക്കെ, തീർച്ചയായിട്ടും അവർ റാലിയിൽ ഈ വണ്ടിയും ഇൻക്ലൂഡ് ആയിരുന്നു. പക്ഷെ ഞാൻ അന്ന് ആ ഒരു ഇനാഗ്രേഷൻ ടൈമിൽ കണ്ടത് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ബുക്ക് ചെയ്ത 250 പേർക്കും അന്ന് ഡെലിവറി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അപ്ഡേഷൻ കിട്ടിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്തത് തൃശ്ശൂർ ഷോറൂമിലേക്ക്. പക്ഷെ അങ്ങനെ എന്താ അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചണമെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാർ വരേണ്ടതാണല്ലോ. സ്വാഭാവികമായിട്ട് അങ്ങനെ ആൾക്കാരൊന്നും ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നില്ല. ബുക്കിങ്ങിന് കുറേ ആൾക്കാർ അന്ന് അവിടെ വന്നിട്ടുണ്ട്, അതെനിക്കറിയാം. പക്ഷെ വണ്ടി എടുക്കാനായിട്ട് ഡെലിവറി അവിടെ കൊടുത്തിട്ടില്ല. കൊടുക്കാനുള്ള സംവിധാനം അവർ ഒരുക്കിയിട്ടൊന്നുമില്ലായിരുന്നു അന്ന്. ഇപ്പം പുതിയൊരു വണ്ടി ഞാൻ എടുക്കാൻ പോവാണ്, റിവോൾട്ട് RV400 എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ സജഷൻ എന്താ? ഞാൻ എടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും? ഇല്ല, ഒന്നും പറയാനില്ല. അതിൽ നോർമലി എനിക്ക് പറയാനുള്ളത്, ഒന്ന് ചാർജർ ഇൻബിൽട്ട് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഒരു പക്ഷേ ഫീൽ ചെയ്തേക്കാം. എല്ലാവർക്കും ഇല്ല, ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്തേക്കാം. രണ്ടാമത്തത്, കയറ്റം കയറുന്ന സമയത്ത് നോർമലി പെട്രോൾ വണ്ടിനൊക്കെ പോലെ, കാരണം ഇത് നമ്മൾ എപ്പോഴും റേഞ്ച് മാത്രമാണ് നമ്മൾ നോക്കുക. മറ്റത് കൊണ്ടുപോയി പമ്പ് കയറിയിട്ട് ജസ്റ്റ് അടിച്ച് പിന്നെ അങ്ങനെ എന്താ ചെയ്യുക, നമുക്ക് കറക്റ്റ് റേഞ്ച് അല്ലല്ലോ നമ്മൾ നോക്കുന്നത്. ഇത് നമുക്ക് കറക്റ്റ് 100% ചാർജ് ആയിട്ടുണ്ടെങ്കിൽ ഈ 100% എത്ര കിലോമീറ്റർ പോയി എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ചെറിയ എന്താ പറയുക, എവിടെയൊക്കെ മൈലേജ് ഷോർട്ട് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതുവരെ സർവീസ് കാര്യങ്ങൾ എന്താ ചെയ്തിട്ടുണ്ട്? സർവീസ് ചെയ്ത് അവർ കാലിക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അവർ കമ്പനി തന്നെ നമ്മൾ ഈ 18 വണ്ടികളും അവർ തന്നെ പിന്നെ എറണാകുളത്ത് കൊണ്ടുപോയി അവിടുന്ന് സർവീസ് ചെയ്ത് തിരിച്ച് കോഴിക്കോടേക്ക് തന്നെ. ഏകദേശം എത്ര ദിവസം പിടിച്ചു സർവീസ് ചെയ്ത് തിരിച്ചയക്കാൻ? 3 ദിവസം. 3 ദിവസം പിടിച്ചു. നിങ്ങൾ ഈ വണ്ടി യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഏത് വണ്ടിയാണ് യൂസ് ചെയ്തത്? ഞാൻ മറ്റേ FI, ഗ്ലാമറിന്റെ FI. അത് ഈ വണ്ടി എടുത്തതിന് ശേഷം ആ വണ്ടി യൂസ് ചെയ്തിരുന്നു? റയർ. ഇപ്പോൾ ഈ ഞാൻ സത്യം പറഞ്ഞാൽ അത് കൊടുത്തിട്ടില്ല. കൊടുക്കാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചാൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ കീപ്പ് ചെയ്താണ്. പക്ഷേ ഇപ്പോൾ ഇതിന് സർവീസിന് കൊടുത്ത സമയത്ത് 3-4 ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഞാനത് എന്ത് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. ശരിക്കും അത് എനിക്കിപ്പോൾ അത് കേടായി തുടങ്ങുന്നുണ്ടോയെന്നൊരു പേടി എനിക്കുണ്ട്, കാരണം യൂസ് ചെയ്യാതെ വെച്ചിട്ട്. പക്ഷേ അത് കൊടുക്കാൻ എന്ത് ചെയ്യുന്നില്ല, ഇതുവരെ മനസ്സിങ്ങോട്ട് സമ്മതിച്ചിട്ടില്ല. എന്തായാലും ഞാൻ കൊടുത്തിട്ട് വേറെ വണ്ടി മാറ്റണം എന്നുള്ള ഉദ്ദേശത്തിലുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു വണ്ടി യൂസ് ചെയ്ത് കണ്ടിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ ഈ യൂസിങ് കാര്യങ്ങൾ ഈ ഒരു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വണ്ടി ഏതെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അറിവിലുള്ള ആരെങ്കിലും? തീർച്ചയായിട്ടും ഒരുപാട് ബുക്കിംഗ് വന്നിട്ടുണ്ടാവാം. എത്ര ആൾ ബുക്ക് ചെയ്തെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഏത് ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ കാത്തിക്കാണ്. റിവോൾട്ടിന്റെ ഷോറൂമാർ കാണുന്നുണ്ടെങ്കിൽ ജാബിറിനെ പ്രത്യേകം ഒന്ന് പരിഗണിക്കണം. അല്ല, ഞാനിപ്പോൾ തൃശ്ശൂരുള്ള ഒരു പിന്നെ അവിടുത്തെ ഒരു മാനേജർ ഉണ്ട്. പിന്നെ ആളെ ഞാനായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ആളെ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു ഒരു ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ജാബിർ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വിളിക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ബുക്കിംഗ് എടുക്കുന്നുണ്ട് എന്നൊക്കെ ആൾ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, എത്ര ആൾ ബുക്ക് ചെയ്തെന്ന് അറിയില്ല. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരിക്കലുമില്ല. അവരുമായിട്ട് നമ്മൾ വണ്ടി ഡിലേ ആയ സമയത്തൊക്കെ ഒരുപാട് അടി ഉണ്ടാക്കിയ വ്യക്തികളിൽ ഒരാൾ ഞാനായിരുന്നു. ഞാൻ ജാബിറിനെ കോൺടാക്ട് ചെയ്യാനുള്ള കാരണം ഏകദേശം വണ്ടി ഡെലിവറി ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏകദേശം 3-4 മാസം കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടിന്റെ ഡീറ്റെയിൽസ് റിവ്യൂ ഞാൻ വീണ്ടും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 4 മാസം കഴിഞ്ഞിട്ടും അത്യാവശ്യം നല്ല റെസ്പോണ്ടാണ് ജാബിറിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയത്. പിന്നെ മെയിനായിട്ടുള്ള ഒരു ലൈറ്റ് ഏകദേശം 250 വണ്ടി ഇതുവരെ ഡെലിവറി കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇനി അഥവാ നിങ്ങളൊരു വണ്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ കമ്പനി പറയുന്നത് ഏകദേശം 3 മാസമാണ്. 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് വണ്ടി കിട്ടുക. 3, 4, 5 മാസം എടുക്കാം, ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ഏകദേശം എത്ര രൂപ ആയിട്ടുണ്ട്?
എനിക്ക് വണ്ടി എടുക്കുമ്പോൾ ഞാൻ മൈ EV ആപ്പ് വഴിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 ലക്ഷം റുപ്യ ആയിട്ടുള്ളൂ. ഏകദേശം മൈ EV വഴി ആപ്പ് വഴി എടുത്തത് ഏകദേശം 1 lakh. അതായത് കേരള ഗവൺമെന്റ് സബ്സിഡിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡിയും കഴിച്ചിട്ടാണ് ഏകദേശം 1 lakh കിട്ടിയത്. ആ ഒരു വണ്ടി ഇപ്പോഴത്തെ റേറ്റ് എത്ര? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം 1.50 എത്ര ഒന്ന് വരുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു 6 മാസത്തിനുള്ളിൽ 1,50,000 ഏകദേശം 58,000 ഡിഫറൻസ് വരുന്നതിനെ കുറിച്ച് എന്തും പറയാനുണ്ട്? അല്ല, നോർമലി അന്നൊരു ഓഫറിലാണ് നമുക്ക് കിട്ടുന്നത്. അല്ല, എന്ത് ഓഫർ ആണെങ്കിലും ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഈ ഒരു എമൗണ്ടിൽ ഡിസ്റ്റൻസ് വരുമ്പോൾ അല്ല, അങ്ങനല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓണത്തിന് ഒരു ഓഫർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഡേറ്റ് അവരിടും. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എടുത്താലേ ഓഫർ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് ആ ഓഫർ വേണമെന്നല്ല. ഞാൻ പറയുന്നത് എന്താ പറയുക, വേറെ ഒന്നുമല്ല. ഇതിപ്പം പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയത് പറഞ്ഞാൽ 2 സബ്സിഡി കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ കിട്ടിയത്. 2 സബ്സിഡി എന്നുള്ള, അതായത് പക്ഷെ ഇപ്പം കൊടുക്കുന്ന വണ്ടിക്ക് കേരള ഗവൺമെന്റിന്റെ സബ്സിഡി ഇല്ലാന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്ക് പറയാനറിയില്ല. പക്ഷെ അന്ന് ശരിക്കും ഒരു എക്സ്പോലാണ് ഈ വണ്ടി എന്ത് ചെയ്തത്, ഔട്ട് ചെയ്തത് അവർ. ഒരു ഗവൺമെന്റ് മറ്റേ ഈ എനർജി കൺവെൻഷൻ ഇതിന്റെ എന്തോ ഒരു സ്കീം, ആ ഒരു ഇതിൽ എന്ത് ചെയ്താണ്, എക്സ്പോലാണ് അവരിത്. ഒരു പക്ഷെ അവരെന്ത് ചെയ്ത ഇതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. ഇതിന്നല്ല എല്ലാ ഇലക്ട്രിക് ബൈക്കും ഉണ്ടായിരുന്നു അവിടെ. അല്ല, നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ ബജാജ് ഏതൊക്കെ സ്റ്റാർട്ടിങ് ടൈം 1 lakh റുപ്യ ആയിരുന്നു. ഇപ്പം ഏകദേശം സബ്സിഡി കഴിഞ്ഞിട്ട് 1,65,000 റുപ്യ. അപ്പോൾ സബ്സിഡി അടക്കം കൂട്ടുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷം റുപ്യൻ്റെ മുകളിൽ എമൗണ്ടായി. ഏകദേശം 1 ലക്ഷം റുപ്യൻ്റെ മുകളിൽ എമൗണ്ടിൽ തന്നെ റേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. അധികം പ്രേക്ഷകർക്കും അറിയാത്തൊരു സംഗതിയാണിത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഷോറൂമിൽ പോയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ എന്താ റേറ്റ് കാര്യങ്ങൾ ചോദിക്കും, ബുക്ക് ചെയ്യും, പോരും. വേറെ ഒന്നുമല്ല, ഇതിനെക്കുറിച്ച് പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാർ സംസാരിക്കും അവിടെ. തീർച്ചയായിട്ടും അതൊക്കെ ശരിയാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ എത്രയാണ് ആദ്യം ഈ കുറവ് എത്ര എമൗണ്ടും അതുപോലെ കൊടുക്കേണ്ട എമൗണ്ടൊക്കെ നോക്കിയിട്ടാണ് നമ്മളും എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡായിരിക്കാം. പക്ഷേ ഈ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞ പോലെ ഗവൺമെന്റ് തരുന്ന സബ്സിഡികൾ എല്ലാവരും എത്രമാത്രം ഇതാണെന്നുള്ളത് കുറെ കണ്ടിട്ടുണ്ട്, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. കുറെ അത് ഇതാക്കുന്നുണ്ട്, കുറെ ഉടായ്പ അതിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ എനിക്കറിയില്ല, അതിനെ കറക്റ്റ് പറയാനറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഹാപ്പിയാണ്. റിവോൾട്ട് RV400 എടുത്ത ജാബർ പരമാവധി ഹാപ്പിയാണ്. ഏകദേശം 4 മാസം യൂസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ റിവ്യൂ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങോട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏകദേശം ഇപ്പോൾ ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4, 5, 6 മാസം പിടിക്കും ഷോറൂമിൽ നിന്ന് വണ്ടി ഡെലിവറി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അത്ര വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ബുക്ക് ചെയ്യല്ലേ. വേറൊന്നുണ്ട്, ഈ 4, 5, 6 മാസം എന്നുള്ളത് എക്സ്പെക്റ്റ് ആണ്. ഒരു പക്ഷേ പറയാം 2 മാസം കൊണ്ട്, 1 മാസം കൊണ്ട്, എന്തായാലും ഒരു വണ്ടിക്ക് കുറച്ച് ലിമിറ്റ് എന്തായാലും സമയമുണ്ട്. പക്ഷേ ഒരു പക്ഷേ അതിന്റെ നേരത്തെയും കിട്ടിയേക്കാം എന്നുള്ള വേറെ കാര്യമുണ്ട്. ഇതിൽ വേറെ കാര്യം ചിന്തിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്ര വെയിറ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? അത്രക്കും എൻക്വയറി പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, പ്രൊഡക്ഷൻ കുറവായിരിക്കാം. പിന്നെ അത്രക്കും ബുക്കിംഗ്, കേരളത്തിൽ നിന്ന് അത്രക്കും ബുക്കിംഗും വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ബുക്കിംഗ് കണ്ടമാനം വരുന്നുണ്ട്. അതിനെ കൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയാ, ഒരുപാട് താങ്ക്സ് ഉണ്ട്, നല്ലൊരു റിവ്യൂ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇത് നമ്മളെ RV400 എക്സിക്യൂട്ടീവോ ഏജന്റോ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, മുത്താണെന്നാ പറഞ്ഞത്. അല്ല, അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരണം. ഓക്കെ.